മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ചും ഇടുക്കി ജില്ലയുടെ ഭൗതിക പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെ നിരവധി തവണ വ്യത്യസ്ത ചാനലുകളിൽ, സാറ്റലൈറ്റ് ചാനലുകളിലും ഡിജിറ്റൽ ചാനലുകളിലുമൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഈ നമ്മുടെ സുഭാഷിതം ചാനലിലും ഗ്ലോബൽ മലയാളി ന്യൂസിലും നിരവധി വീഡിയോ ചെയ്തു. അന്നൊക്കെ ചിലരെന്നെ കളിയാക്കി. കൂടുതൽ പേരും ശാസ്ത്ര സമൂഹത്തിൽ നിന്നൊക്കെ ചിലരെങ്കിലും സാങ്കേതിക വിദഗ്ധരെന്നും ശാസ്ത്രജ്ഞന്മാരെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഔദ്യോഗികമായ പദവിയുള്ളവർ വരെ, ഔദ്യോഗികമായി ജോലി ചെയ്യുന്ന ചിലരുമൊക്കെ എന്നോട് ചില അഭിപ്രായ വ്യത്യാസമൊക്കെ പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞു, കാത്തിരുന്ന് കാണുക, ഇത് കേരളമാണ്, കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ, മഴയുടെ മാറ്റത്തിൻ്റെ പുതിയ രൂപം വരികയാണ്, അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല എന്ന് ആണ് പറഞ്ഞത്. എന്നാൽ 1924 ഓർമ്മിപ്പിക്കുന്ന വിധം ഇതാരെയും ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ ഭീതിപ്പെടുത്താനോ പാനിക്കാക്കാനോ അല്ല പറയുന്നത്. സത്യം സത്യമായി തന്നെ കാണാതെ ശാസ്ത്രത്തിന് മുന്നോട്ട് പോകാനാകില്ല. ശരിയെ ശരി കൊണ്ട് തന്നെ നേരിടണം, ശരിയെ തെറ്റുകൊണ്ടല്ല നേരിടേണ്ടത്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിലും താഴേക്കുള്ള കട്ടപ്പന പോലുള്ള എല്ലാ പ്രദേശങ്ങളിലും അതിശക്തമായ മഴയാണ്. മഴയിൽ 5 വാഹനങ്ങൾ ഒലിച്ചുപോയി. ജനങ്ങൾ വലിയ ഭീതിയിലാണ്. നിരവധി ഷട്ടറുകൾ ഡാമിൻ്റെ തുറന്നു. 3 ഘടകങ്ങൾ കൊണ്ടാണ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടാൻ അല്ലെങ്കിൽ അത് അപകടത്തിലേക്കാകാൻ സാധ്യതയുണ്ടെന്ന് നിരവധി തവണ നമ്മൾ പറഞ്ഞു. അതിലേറ്റവും കൂടുതലുള്ള പ്രധാനപ്പെട്ട കാര്യം സ്ട്രക്ചറലായിട്ടുള്ള, സുർക്കിയും ചുണ്ണാമ്പും കൊണ്ട് പണിതിട്ടുള്ളതായതുകൊണ്ട് സ്ട്രക്ചറലായിട്ടുള്ള, ഘടനാപരമായിട്ടുള്ള പ്രശ്നം, എഞ്ചിനീയറിംഗ് പരമായിട്ടുള്ള, അത് നിർമ്മിതിയുടെ പ്രശ്നമായാണ് കൂടുതൽ എല്ലാവരും ചൂണ്ടിക്കാണിച്ചത്. നാളിതുവരെ ചുണ്ണാമ്പ് ഇളകിപ്പോയി, സുർക്കി ഇളകിപ്പോയി, അവിടെ ചോർന്നു ഇവിടെ ചോർന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. അങ്ങനെ ചൂണ്ടിക്കാണിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒന്നും തന്നെ സുപ്രീം കോടതി പരിഗണിക്കുന്ന കാലത്താകട്ടെ, റിപ്പോർട്ടുകൾ വരുന്ന കാലത്താകട്ടെ, കമ്മീഷൻ വരുന്ന കാലത്താകട്ടെ, KT തോമസിൻ്റെയും ജസ്റ്റിസ് ആനന്ദിൻ്റെയും ഒക്കെ ഉള്ള കമ്മിറ്റി, തട്ടയുടെയും ഒക്കെ ഡോക്ടർ തട്ടയുടെയൊക്കെ കമ്മിറ്റി വന്നപ്പോഴാവട്ടെ ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്ന കാര്യമായിരുന്നില്ല കേരളത്തിൽ ഇങ്ങനെ ഭയങ്കരമായ കാലാവസ്ഥ വ്യതിയാനം വന്ന് മഴ വല്ലാത്ത രൂപത്തിലേക്ക് വരുമെന്ന്. അപ്പോൾ സ്ട്രക്ചറലായിട്ടുള്ള പ്രശ്നം കൊണ്ടാണ് മുല്ലപ്പെരിയാർ ഡാമിന് പ്രശ്നം പരിഹരിക്കണം എന്നായിരുന്നു എല്ലാവരും ചർച്ച ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ രണ്ടാമത്തെ വിഷയമായ ഒരു ഡാമിന് വരുന്നത് എർത്ത്ക്വേക്കാണ്, ഭൂകമ്പമാണ്. ഭൂകമ്പത്തിൽ ഈ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ, ഇടുക്കി പ്രദേശത്തൊക്കെ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ കണക്കനുസരിച്ച് അങ്ങനെ വലിയ സാധ്യതയില്ല എന്നാണ് അതിൻ്റെ വിദഗ്ധർ പറയുന്നത്. ഞാനല്ല, ഭൂകമ്പത്തിൻ്റെ എർത്ത്ക്വേക്ക് പഠിച്ചിട്ടുള്ളവർ പറയുന്നത്. അങ്ങനെ എർത്ത്ക്വേക്ക് വന്നാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയെന്നനുസരിച്ച്, അതൊക്കെ മാത്രമല്ല എർത്ത്ക്വേക്ക് വരുമോ എന്നും അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഒക്കെ അറിയാനുള്ള, വരുമോ എന്നല്ല, അത് വന്നാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ അറിയാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. സാങ്കേതിക വിദ്യകൾ, സീസ്മിക് സ്കെയിലും അതും കാര്യങ്ങൾ, സിസ്മോളജിയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ വിഷയം അല്ല എന്നാണ് സാങ്കേതിക വിദഗ്ധർ പറയുന്നത്. മൂന്നാമത്തെ വിഷയം ആരും കണ്ടില്ല, അതാണ് ഹൈഡ്രോളജിക്കൽ ഫാക്ടേഴ്സ്. റെയിൻഫാളിൽ ഉണ്ടാകുന്ന ഡിഫറൻസ്. ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടല്ലോ നല്ല ശക്തമായ മഴ. ഇതേ മഴ തുടർന്ന് നിന്നാൽ, ഇതുപോലൊരു സിറ്റുവേഷൻ വന്നാൽ മുല്ലപ്പെരിയാറിന് പ്രശ്നമാണ്. അപ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ സാങ്കേതികമായി മുല്ലപ്പെരിയാർ എന്ത് ചെയ്യണം? 999 വർഷത്തെ ഒരു പാട്ടക്കരാറുണ്ട്. അതൊരു പാട്ടക്കരാറല്ല, അതൊരു പൊട്ടക്കരാറാണ്. അന്നത്തെ രാജാവ് മരിച്ചു പോകുന്നതിൻ്റെ സമയത്ത്, ചർച്ച തുടങ്ങി വെച്ച രാജാവ് മരിച്ചുപോയി. ആ ഗ്യാപ്പ് നോക്കി മദ്രാസിൽ നിന്ന് വന്ന ഒരു ദിവാൻ ചെയ്തു വച്ച് കൊലച്ചതിയാണിത്. ആ ദിവാൻ എന്താണ് അവിടെ നിന്ന് കിട്ടിയതെന്ന് നമുക്കറിയില്ല. കാരണം ആ കാലഘട്ടത്തിൽ, ഇന്നും അങ്ങനെയാണ്, ആ കാലഘട്ടത്തിലും അങ്ങനെയാണ്. മദ്യം കൊടുത്തും സ്ത്രീകളെ ചുമതലപ്പെടുത്തി അവരെ ചുമതലപ്പെടുത്തി അവരെ കൊണ്ടും പണം കൊടുത്തും സ്ഥാനമാനങ്ങൾ കൊടുത്തും, പണ്ടാണെങ്കിൽ പൊന്നും കൊടുത്തും, പൊന്നും പണവുമാണ് കൊടുക്കുന്നത്. കുറേ പൊന്നും കൊടുക്കും, പണവും കൊടുക്കും, കുറച്ചധികം സ്വർണവും പണവും കൊടുക്കും, ഒക്കെ കൊടുത്താണ് പലരെയും സ്വാധീനിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും സ്വാധീനത്തിൽപ്പെട്ടിട്ടാണോ ദിവാൻ ഇതൊപ്പിച്ചെടുത്തുകൊണ്ട് കേരളത്തിൽ നിന്ന് പോയത്? പിന്നെ പോയതിന് ശേഷം പലരും അത് ഓണപ്പ് ചെയ്യുന്നു. പിന്നെ ഞങ്ങളുടെ കുറ്റം അല്ല എന്ന് പറയാൻ വേണ്ടി പല ന്യായങ്ങളും പറയുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ദിവാൻ
ഒപ്പിച്ച പണിയാണ്. ഞാൻ ദിവാൻ്റെ പേരോ രാജാവിൻ്റെ കാലമോ ഒന്നും പറയുന്നില്ല, കാരണം അതിനുള്ളൊരു വീഡിയോ അല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് പറയേണ്ടതേ. അപ്പോൾ ഇതാണ് ചരിത്രം. 999 വർഷത്തേക്കൊരു കരാർ ലോകത്തെവിടെയിലുണ്ടോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എല്ലാ കരാറും റദ്ദാകും. ഇന്ത്യ ഒരു ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ ഒരു ലാ ഓഫ് ലാൻഡ് എന്ന് പറയുന്നതിൻ്റെ സ്വഭാവം മാറി കോൺസ്റ്റിറ്റ്യൂഷണൽ ലാൻഡ് ആകുമ്പോൾ എല്ലാ കരാറും റദ്ദാവണ്ടേ? പക്ഷേ ഇതുപോലുള്ള ചില പാട്ടക്കരാറുകൾ ബ്രിട്ടീഷുകാർക്ക് കൊടുത്തതും നമ്മളെ കണ്ണൻ ദേവൻ ടി, അതുപോലെ തന്നെ ടാറ്റ എസ്റ്റേറ്റ്, ഹാരിസൺ എസ്റ്റേറ്റ് തുടങ്ങിയ കുറേ എസ്റ്റേറ്റുകളുടെ കളി കേരളത്തിൽ എന്താണ്? ഈ ഡാമിൻ്റെ കളി. ഈ കളി നടക്കുകയാണ്. ഇത് മാറണ്ടേ? ഇത് മാറ്റി ചിന്തിക്കണ്ടേ? ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം ഡാമിൻ്റെ സേഫ്റ്റിയെ സംബന്ധിച്ചാണ്. അതിന് പകരം പുതിയ ഡാം എന്ന് പറഞ്ഞിട്ട് കാലം എത്രയായി? പ്രായോഗികമാണോ പുതിയ ഡാം? പുതിയ ഡാം കെട്ടിയാൽ ആരാണ് പുതിയ ഡാം കെട്ടുന്നത്? അതിൻ്റെ പണം ആരാണ് മുടക്കുന്നത്? പുതിയ ഡാം കെട്ടുന്നതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? താഴെയാണോ? ലൊക്കേഷൻ സംബന്ധിച്ച് ചില പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു റിപ്പോർട്ട് കേരള സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി അങ്ങനെ തയ്യാറാക്കിയാൽ ആ ഡാമിന് 999 വർഷം ഇതുപോലെ കൊടുക്കാൻ പറ്റും. 999 130 വർഷവും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ള 130 വർഷവും കഴിഞ്ഞിട്ട് ബാക്കി 760 വർഷത്തേക്ക് 769 വർഷത്തേക്ക് കരാർ കൊടുക്കാൻ കേരളത്തിലെ ഏതെങ്കിലും എഞ്ചിനീയർ, ചീഫ് എഞ്ചിനീയർ സമ്മതിക്കുമോ? ഒപ്പിടുമോ അങ്ങനെ ഒരു കരാറിൽ? ഏതെങ്കിലും ചീഫ് സെക്രട്ടറി ഒപ്പിടുമോ? 100 വർഷമോ 150 വർഷം മാത്രം സ്ട്രക്ചറൽ എഞ്ചിനീയറിങ്ങിൽ നിൽക്കാൻ പോകുന്നൊരു ഡാം കെട്ടിയിട്ട്, കാര്യം അങ്ങനെയാണല്ലോ, ആധുനിക സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഡാം കെട്ടിയാൽ അതിനൊരു വർഷം ഉണ്ടാവുമല്ലോ. അത് 100-200 വർഷത്തിനപ്പുറം പറ്റില്ലല്ലോ. അങ്ങനെയുള്ളൊരു നിർമ്മിതി കെട്ടിവെച്ചിട്ട് 769 ദിവസത്തേക്ക് വീണ്ടും കരാർ എഴുതുമോ? 999 ബാക്കി. അങ്ങനെ ഒരു കരാർ എഴുതാൻ ഏതെങ്കിലും സാങ്കേതിക വിദ്യത്തിന് ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? വന്ന് ഒപ്പിട്ട് കൊടുക്കാൻ കേരളത്തിന് വേണ്ടി, അല്ലെങ്കിൽ കേരളത്തിനൊരു റിപ്പോർട്ട് കൊടുക്കാൻ. നിങ്ങളത് ഈ ഡാം പണിതിരിക്കുകയാണ്, ഈ ഡാമിന് 769 ദിവസം പഴയതിൻ്റെ പഴയ പാട്ടക്കരാർ അനുസരിച്ച് 769 ദിവസം കൊടുക്കാനുണ്ട്, അതനുസരിച്ച് ഇതാ കൊടുത്തോളൂ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എഴുതുമോ? ഇനി പുതിയ ഡാം പണിതാൽ ആ ഡാമിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സമ്മതിക്കുമോ? അങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാൽ നമുക്കതിനുള്ള പൈസ തരുമോ? താരിഫ് തരുമോ? നമ്മൾ താരിഫ് വാങ്ങുന്നത് പഴയ റേറ്റിലായിരിക്കുമോ പുതിയ റേറ്റിലായിരിക്കുമോ? അതുപോലെ തന്നെ ഡാമിൻ്റെ സ്ഥലം കൊടുത്തിട്ടാണല്ലോ ഇത് ചെയ്തിരിക്കുന്നത്. ഇനി സ്ഥലം അങ്ങോട്ട് കൊടുക്കുമോ? അതോ സ്ഥലം ഇങ്ങ് എടുത്തിട്ട് വെള്ളം മാത്രം കൊടുക്കുമോ? ഇനി സ്ഥലത്തിന് വെള്ളം കൊടുക്കുന്നതിന്, സ്ഥലത്തിന് ലീസിന് കൊടുത്തതിന് പൈസ മേടിച്ചിരുന്നു, അന്ന് പാട്ടത്തിന് പൈസ മേടിച്ചിരുന്നു. ഇനി പാട്ടത്തിനാണ് കൊടുക്കുന്നതെങ്കിൽ പഴയ പൈസ വെച്ച് കൊടുക്കുമോ? അതോ പുതിയ പൈസ ഏർപ്പെടുത്തുമോ? അതോ വെള്ളം കൊടുക്കുന്നതിന് പുതിയ പൈസ ഏർപ്പെടുത്തുമോ? ഇതെല്ലാം ഏർപ്പെടുത്തിയാൽ തമിഴ്നാട് സമ്മതിക്കുമോ? എത്ര സങ്കീർണമായൊരു പ്രശ്നത്തെയാണ് വളരെ ലാഘവത്തോടുകൂടി നമ്മുടെ സിസ്റ്റം കാണുന്നത്. ഈ സിസ്റ്റം എന്ന് പറയുമ്പോൾ കേരള സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ തമിഴ്നാട് സർക്കാരിനോ മാത്രം കണക്കാക്കണ്ട. നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, നമ്മുടെ ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പ്, പൊതുജനങ്ങൾ, 1.5 കോടി ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണെന്ന് പറയുന്നു. പോട്ടെ, 1.5 കോടി പോയിട്ട് 1.5 ലക്ഷമെങ്കിലും ബാധിക്കുമെങ്കിലും അത് പ്രധാന പ്രശ്നമല്ലേ? അപ്പോൾ ഈ വളരെ ഗുരുതരമായ ഹൈഡ്രോളജിക്കൽ ഫാക്ടേഴ്സ്, റെയിൻഫാളിലുള്ള ഡിഫറൻസ് ഇവിടെ വരും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മഴയൊന്നും വരില്ല. മഴ വന്നാൽ അത് ഡാം പിടിച്ചോളും, അത് കഴിഞ്ഞാൽ ഇടുക്കി ഡാം പിടിച്ചോളും എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? കാച്ച്മെൻറ്റ് ഏരിയയിൽ അപകടാവസ്ഥയിലുള്ള മഴ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വരും വർഷങ്ങളിൽ തുടരില്ല എന്ന് നമുക്ക് എന്താണ് ഉറപ്പുള്ളത്? അതുകൊണ്ടൊരു പൊട്ടക്കരാറിനെ എടുത്ത് കളയുമ്പോൾ വളരെ സങ്കീർണമാണ് ഈ വിഷയം. അങ്ങനെ സങ്കീർണമായ വിഷയത്തെ ലളിതമായി പരിഹരിക്കുന്നതിനുള്ള ചില മാർഗങ്ങളും മുന്നിൽ പറയുന്നുണ്ട്. അവിടെയാണ് ടണലിൻ്റെ സാധ്യത പറയുന്നതും ഇപ്പോൾ ഉള്ള വെള്ളത്തിൻ്റെ നിരപ്പ് കുറയ്ക്കുന്ന കാര്യം പറയുന്നതും മറ്റ് ചില സാങ്കേതിക കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ സാങ്കേതികമായി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനുള്ള നല്ല എക്സ്പെർട്ടുകൾ, അതിപ്പോൾ തമിഴ്നാടിന് വേണ്ടി പഠിക്കുന്ന IIT പഠിക്കുമ്പോൾ അവർക്ക് അനുകൂല റിപ്പോർട്ട്, കേരളത്തിന് വേണ്ടി പഠിക്കുമ്പോൾ നമുക്ക് അനുകൂല റിപ്പോർട്ട്, നമുക്ക് വേണ്ടി പഠിക്കുമ്പോൾ ഡാം പൊട്ടും, തമിഴ്നാടിന് വേണ്ടി പഠിക്കുമ്പോൾ ഡാം സേഫാണ്, അങ്ങനത്തെ പഠനക്കാരുടെ റിപ്പോർട്ടേ അല്ല. കാശ് വാങ്ങിച്ചുകൊണ്ട് റിപ്പോർട്ട് എഴുതുന്ന കള്ളന്മാരുടെ റിപ്പോർട്ടല്ല, സത്യസന്ധമായ റിപ്പോർട്ട്. അതിന് വേണമെങ്കിൽ ഇൻ്റർനാഷണൽ ഏജൻസികളെ വേണമെങ്കിലും വയ്ക്കണം. അങ്ങനെ വച്ചുകൊണ്ട് വളരെ കൃത്യമായ ഒരു പഠനം നടത്തി സാങ്കേതികമായി ഈ ടണൽ എന്ന് പറയുന്ന കാര്യം പറയുന്നതും യുക്തിഭദ്രമാണെങ്കിൽ തീർച്ചയായിട്ടും അതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് അടിയന്തരമായി ഒരു ജനതയുടെ തലവേദന മാറണം.
തലവേദന മാറ്റാൻ തല വെട്ടുകയല്ല വേണ്ടത്, മരുന്ന് ചെയ്യുകയാണ് വേണ്ടത്. എന്തായാലും മുല്ലപ്പെരിയാർ ഡാം വീണ്ടും ഭീഷണിയാകുമ്പോൾ സാങ്കേതിക വിദഗ്ധരും ശാസ്ത്രജ്ഞരും ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണോ? ഭരണകൂടങ്ങൾ എവിടെയാണ്? ഭീതിയുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം തീരില്ല. ഭീതി മാറ്റുന്നിടത്താണ് നമ്മളെല്ലാവരും വിജയിക്കുന്നത്.